ഹായ് ഫ്രണ്ട്സ്, സലാം ട്രാവൽ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ചങ്ങനാശ്ശേരിയിൽ നിന്നും ട്രെയിൻ വഴി ഡൽഹിയിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ഡൽഹിയിലെത്തിയിരിക്കുന്നു. മോദി റോഡ് എന്നറിയപ്പെടുന്ന ഒരു വഴിയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ എത്തിയതിനു ശേഷം ഊബർ ടാക്സി എടുത്ത് നമ്മൾ ഡൽഹിയൊക്കെ എല്ലാം ഒന്ന് കറങ്ങുകയാണ്. ഈ കാണുന്ന ജോക്കറിന്റെ വേഷം ഇട്ടിരിക്കുന്ന ആള് ഇവിടുത്തെ ഒരു ബാറിലേക്ക് ആൾക്കാരെ ക്ഷണിക്കാനായി പരസ്യവാചകങ്ങളുമായി നിൽക്കുകയാണ്. ഇത് പാഹർഗഞ്ച് എന്ന തെരുവാണ്. ഇവിടെ ഒരുപാട് ബാറുകളും മസാജ് പാർലറുകളും ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ ഡൽഹിയിൽ താമസിക്കാനായി എടുത്ത ഹോട്ടലാണ്. ഇത് ഹോട്ടലിന്റെ റിസപ്ഷൻ ഏരിയ ആണ്. നമ്മുടെ റൂം 3ാമത്തെ നിലയിലാണ്. ലിഫ്റ്റ് വഴി നമ്മൾ 3ാമത്തെ നിലയിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മൾ താമസിച്ച റൂം. ഡൽഹിയിലെ അത്യാവശ്യം ജോലികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്ന് നാട്ടിലേക്ക് തിരിക്കുകയാണ്. അതിനാൽ ഒരു ഊബർ ടാക്സി ബുക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിരിക്കുന്നു. നമ്മുടെ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് 3:20 പക്ഷേ നമ്മളൊരു അല്പം നേരത്തെ ഇവിടെ എത്തിയിരിക്കുന്നു. ഏകദേശം ഒരു 12 മണിയോടുകൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്കലത്തെ ഫുഡ് കഴിക്കാനായി നമ്മൾ എയർപോർട്ടിലുള്ള റെസ്റ്റോറൻറ്റിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും 2 ഫ്രൈഡ് റൈസിന് ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഫ്രൈഡ് റൈസ് എത്തിയിരിക്കുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഒരു ഫ്രൈഡ് റൈസിന് 240 രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത്. അങ്ങനെ ഉച്ചയ്ക്കലത്തെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ബോർഡിങ്ങിന് വേണ്ടിയുള്ള മറ്റ് ചെക്കിംഗ് പ്രൊസീജിയറുകൾക്ക് വേണ്ടി ഞങ്ങൾ മുമ്പോട്ട് നീങ്ങി. ഇതെല്ലാം എയർപോർട്ടിനുള്ളിലുള്ള കടകളാണ്. എയർപോർട്ടിനുള്ളിൽ എത്തിയാൽ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും തന്നെയും വാങ്ങിക്കാൻ ലഭിക്കും. പക്ഷേ വില ഒരല്പം കൂടുതലൊക്കെ ആയിരിക്കും.
ചെക്കിംഗ് പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബോർഡിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോർഡിംഗ് പോയിന്റ് എത്തി. അവിടെ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോൾ 3:30 ആയപ്പോൾ തന്നെ നമുക്ക് ബോർഡിംഗ് ടൈമായി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാനായി നടന്നു നീങ്ങുകയാണ്. ഈ കാണുന്നതിലൂടെ വേണം നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്. ഇതാണ് നമ്മുടെ സീറ്റ്. ഫ്ലൈറ്റ് ചലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബോർഡിംഗ് ടൈം 3:30 ആണെങ്കിലും ഫ്ലൈറ്റ് എടുത്തപ്പോഴേക്കും 4:30 കഴിഞ്ഞിരുന്നു. ഫ്ലൈറ്റ് ഉയരുകയാണ്. ഫ്ലൈറ്റ് അങ്ങനെ അത്യാവശ്യം ഉയരത്തിലെത്തിയിരിക്കുന്നു. അങ്ങനെ മേഘങ്ങൾക്കിടയിലൂടെയുള്ള രസകരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് നീങ്ങുകയാണ്. സമയം ഒരു 7 മണിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുട്ടായി തുടങ്ങിയിരിക്കുന്നു. ഇത് 7 മണിക്ക് ശേഷമുള്ള പുറത്തെ കാഴ്ചയാണ്. ഏകദേശം 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.